പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം നല്ല ദൈവമാണ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ നല്ല ദിവസവും കർത്താവ് അനുഗ്രഹിച്ച് നമ്മളെ വർദ്ധിപ്പിക്കും. ഒരു ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കർത്താവ് നമ്മെ കാക്കും. ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്. 2 തെസ്സലോനിക്കർ 3:3 കർത്താവ് വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. വിശ്വസ്തനായ ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ പലരും നമ്മുടെ ജീവിതത്തിൽ അവിശ്വസ്തത കാണിക്കുമ്പോൾ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ കൂട്ടുകെട്ടിൽ, നമ്മുടെ ബന്ധങ്ങളിൽ അവിശ്വസ്തത കാണിക്കുമ്പോൾ ദൈവം വിശ്വസ്തനായി തുടരുകയാണ്. ദൈവം അബ്രഹാമിൻ്റെ അടുത്ത് ദൈവം വിശ്വസ്തനായിരുന്നു, ദാവീദിൻ്റെ അടുത്ത് വിശ്വസ്തനായിരുന്നു, ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം വിശ്വസ്തനായിരുന്നു. അതേ ദൈവം നമ്മുടെ ജീവിതത്തിലും വിശ്വസ്തനാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ വിടുവിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകാതെ, നശിച്ചു പോകാതെ ദൈവം നമ്മെ കാത്ത് പരിപാലിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. Therefore know that the Lord your God, He is good, the faithful God who keeps covenant and mercy for 1,000 generations with those who love Him and keep His commandments. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിൻ്റെ തിരുവചനത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ദൈവം വിശ്വസ്തനാണ്. കാര്യം, ദൈവം അവനോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ 1000 തലമുറയോളം വിശ്വസ്തത കാണിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ നല്ല ദൈവമാണ് നമ്മുടെ ജീവിതത്തിലും വിടുതൽ കൊണ്ടുവരുന്നത്. ഈ ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വസ്തത തെളിയിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ജീവിക്കണം. എപ്രകാരമാണ് നമുക്ക് വിശ്വസ്തത ആചരിക്കാൻ പറ്റും ദൈവത്തോട്? നമുക്ക് സ്വന്തം കഴിവിൽ നമുക്ക് വിശ്വസ്തത നമുക്ക് മുമ്പോട്ട് പോകാനായി അസാധ്യമാണ്. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമുക്ക് വിശ്വസ്തനായി ജീവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിന് കൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തനായി നമുക്ക് നിൽക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട് നാമും വിശ്വസ്തനായിരിക്കുക. ദൈവം വിശ്വസ്തനാണ്. അവൻ ദുഷ്ടൻ്റെ കയ്യിൽ നമ്മുടെ അകപ്പെടുത്തി കളയില്ല. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇപ്രകാരമാണ്. അവൻ ദുഷ്ടൻ്റെ കയ്യിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അവൻ നമ്മെ ഉറപ്പിക്കും. 2, അവൻ ദുഷ്ടൻ്റെ കയ്യിൽ നമ്മളെ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. എങ്ങനെയാണ് ദൈവം നമ്മെ ഉറപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്, ദൈവം നമ്മെ ഉറപ്പിക്കുന്നതിന് ദൈവത്തിൻ്റെ വചനത്തിലാണ് ദൈവം നമ്മെ ഉറപ്പിക്കുന്നത്. നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ പതറിപ്പോകാതിരിപ്പാൻ, വിശ്വാസത്തിൽ തളർന്നു പോകാതിരിപ്പാൻ, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതിരിപ്പാൻ ദൈവവചനത്തിൽ ദൈവം നമ്മെ ഉറപ്പിക്കും. ദൈവവചനത്തിൽ നമ്മൾ ഉറച്ചില്ല എങ്കിൽ നമ്മുടെ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകും, നമ്മൾ മടുത്തു പോകും. അങ്ങനെ മടുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഉറപ്പിക്കുന്നത്. ദൈവം നമ്മെ ഉറപ്പിക്കുമ്പോൾ പലതരത്തിലുള്ള ശോധനകളിൽ കൂടെ അതൊക്കെ നമ്മൾ ചിലപ്പോൾ കടന്നു പോകേണ്ടതായി വരും. ഈ ശോധനകളെല്ലാം നമ്മളെ തകർത്ത് കളയില്ല, മറിച്ച് നമ്മളെ ഉറപ്പിക്കും. ഇത് ഉറപ്പിക്കുന്നത് എന്തിനാണ്? നമ്മൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ ആടിപ്പോകാതിരിപ്പാൻ, നമ്മുടെ ജീവിതത്തിൽ ചില കുലുക്കങ്ങൾ വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ കൂടെ ഒക്കെ കടന്നു പോകുന്നത് നമ്മെ ദൈവം ഉറപ്പിക്കുന്നത് കൊണ്ടാണ്. നമ്മെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടുത്തുകയില്ല. നമ്മൾ ഉറപ്പിക്കുന്നതിൻ്റെ കാര്യം, ഹല്ലേലൂയ, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ നമ്മളെ എന്ത് ചെയ്യില്ല, ആ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം, അങ്ങോട്ട് പോകാതെ വണ്ണം കർത്താവ് നമ്മെ കാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വായിക്കുന്ന മത്തായി എഴുതിയ സുവിശേഷത്തിൽ പ്രകാരമാണ് പറയുന്നത്. 6:13 പറയുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് വിടുവിക്കണം എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ പരീക്ഷ കൊണ്ടുവരുന്നത് പിശാചാണ്. അവൻ്റെ പദ്ധതികളെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചേർന്നിരിക്കുമ്പോൾ തന്നെ പിശാചിൻ്റെ ചില പദ്ധതികൾ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നാം കുടുങ്ങിപ്പോകാതെ, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നമ്മൾ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കണം. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ആ പരീക്ഷയിൽ നിന്ന് നമുക്ക് ജയിക്കുവാനായിട്ട് സാധ്യമാണ്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, യോഹന്നാൻ 17:11 പറയുന്നു, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു, ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു.
പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. നാമും ദൈവം ഒന്നായിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇനി രണ്ടല്ല, നമ്മൾ ഇനി ഒന്നാണ്. അപ്പോൾ പിശാചിനെ നമുക്ക് ജയിക്കുവാനായിട്ട് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. എപ്രകാരമാണ് പിതാവായ ദൈവത്തോട് പുത്രനായ ക്രിസ്തു ഒന്നായിരുന്നതുപോലെ നാമും പരിശുദ്ധാത്മാവുമായി ഒന്നായിരിക്കുകയാണ്. നാം രക്ഷിക്കപ്പെടുമ്പോൾ യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ നാമും പരിശുദ്ധാത്മാവുമായി നമ്മൾ ഒന്നായി ചേരുകയാണ്. അപ്പോൾ ദുഷ്ടൻ്റെ കയ്യിൽ നമ്മളെ അകപ്പെടുത്ത് പോകാൻ തക്കവണ്ണം ദൈവം അനുവദിക്കത്തില്ല. ദുഷ്ടൻ്റെ തന്ത്രങ്ങൾ നാം കുടുങ്ങിപ്പോകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ പിശാചിൻ്റെ പദ്ധതികൾ ദൈവം തകർത്തെറിയുവാനായിട്ട് സാധ്യമാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ദാവീദിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുമ്പോൾ ദാവീദിന് ഒരുപാട് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു. ദാവീദിന് ആപത്തുകൾ, അനർത്ഥങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ, ശൗൽ അവനെ കൊല്ലുവാനായിട്ട് നടക്കുമ്പോൾ, അവൻ്റെ മുമ്പിൽ ശത്രു നിൽക്കുമ്പോൾ അവൻ്റെ കയ്യിൽ അകപ്പെട്ട് നശിച്ചു പോകാതിരിക്കാൻ ദൈവം പല ഭാഗങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ ദൈവം അവനെ കാത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്രകാരം ദൈവം നമ്മയും കാക്കും. നമ്മുടെ ജീവിതത്തിൽ പിശാച് പദ്ധതികളെ ഒരുക്കി, ദുഷ്ടമനുഷ്യരെ ഒരുക്കി, കെണികൾ വെച്ച് നമ്മളെ തകർത്ത്, ഞങ്ങളെ അകപ്പെടുത്ത് പരീക്ഷയിൽ കൂടെ കൊണ്ടുപോയി നമ്മളെ തകർത്ത് കളയാൻ വേണ്ടി അവൻ പദ്ധതികൾ ഒരുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നാം ഇരിക്കുമ്പോൾ തന്നെ ആ പദ്ധതികളെ പൊളിച്ചു കളഞ്ഞ് പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തി നമ്മൾ അതിൽ അകപ്പെടാതെ വണ്ണം കർത്താവ് നമ്മെ കാക്കും. എൻ്റെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിനോട് ചേർന്നിരിക്കാൻ തുടങ്ങിയ സമയത്താണ്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ തുടങ്ങിയ സമയത്താണ് ദുഷ്ടൻ്റെ പദ്ധതിയിൽ ഞാൻ അകപ്പെടാതെ വണ്ണം ദൈവം എന്നെ കാത്തത്, പരിപാലിച്ചത് എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. പല ആപത്തുകൾ, പല അനർത്ഥങ്ങൾ, പല കുടുക്കുകൾ പിശാചിൻ്റെ ജീവിതത്തിൽ വച്ച സമയത്തും അതിലൊന്നും ചെന്ന് അകപ്പെടാതെ വണ്ണം കാത്തത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഈ നല്ല ദിവസവും ഞാൻ നിങ്ങളുടെ അടുത്ത് വിളിച്ചു പറയാം, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് തൊടുവാൻ തക്കവണ്ണം ദൈവം അനുവദിക്കത്തില്ല. അവൻ്റെ പദ്ധതികളെ ദൈവം തകർത്തെറിയും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ, പിശാചിൻ്റെ പദ്ധതികളെ പൊളിക്കുവാൻ തക്കവണ്ണം ദൈവം നിനക്ക് കൃപയും നൽകും. ദൈവം നിൻ്റെ നാവിൽ അധികാരം തന്നിട്ടുണ്ട്. ദൈവം നിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പിശാചിൻ്റെ മേൽ ജയിക്കാനായിട്ടുള്ള കൃപ തന്നിട്ടുണ്ട്. പഴയ നിയമത്തിൽ നോക്കുമ്പോൾ പല ഭക്തന്മാരെ വീണും എഴുന്നേറ്റും ജീവിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് അപ്പോസ്തല പ്രവൃത്തികൾ നോക്കുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ പരിശുദ്ധാത്മാവാണ് നമ്മയും ബലപ്പെടുത്തുന്ന ദൈവം. പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ പറയട്ടെ, ദൈവം വിശ്വസ്തനായിരിക്കുന്നത് പോലെ ദൈവം നമ്മളെയും വിശ്വസ്തനാക്കി മാറ്റും. 2, അവൻ നമ്മെ ഉറപ്പിക്കും. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ, പ്രതികൂലങ്ങൾ തകർന്നു പോകാതെ ക്രിസ്തു എന്ന പാറയിൽ ദൈവം നമ്മെ ഉറപ്പിക്കും. നമ്മൾ നിൽക്കുന്നത് വഴുവഴുപ്പുള്ള സ്ഥലത്തല്ല, മറിച്ച് പാറയാകുന്ന ക്രിസ്തുവിനാണ്. ക്രിസ്തുവിനോട് ചേർന്നിരിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കും. ദൈവവചനത്തിലൂടെ ദൈവം നമ്മെ ഉറപ്പിക്കും. പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ നമ്മളായിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മൾ ഇരിക്കുമ്പോൾ, ആത്മാവിൽ നമ്മൾ നടക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നമ്മൾ വസിക്കുമ്പോൾ, ഞാൻ പറയട്ടെ, ലോകത്തിൻ്റെ ചിന്തകളിൽ നിന്ന്, പാപത്തിൻ്റെ ചിന്തകളിൽ നിന്ന്, ജഡീക ചിന്തകളിൽ നിന്ന്, പ്രലോഭന ചിന്തകളിൽ നിന്ന്, അശുദ്ധമായ ചിന്തകളിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന്, ലോകത്തിൻ്റെ എല്ലാ മോഹത്തിൽ നിന്ന് നമുക്ക് നീങ്ങി ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനോട് പറ്റിയിരിക്കുവാനായിട്ടുള്ള കൃപ കർത്താവ് നൽകും. നമ്മെ ദൈവം ശുദ്ധീകരിക്കും. നമ്മുടെ ജീവിതത്തിൽ പിശാചിൻ്റെ പദ്ധതികളെ ഹല്ലേലൂയ അകപ്പെട്ടു പോകാതെ, തകർത്ത് കളയാതെ ദൈവം നമ്മെ അതിൻ്റെ മേൽ ജയം തന്ന് ഓരോ നിമിഷവും നമ്മെ നയിക്കും. ഹല്ലേലൂയ. ഈ പിശാചിൻ്റെ പദ്ധതിയിൽ അകപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാം ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. 2, നമ്മൾ ദൈവവചനത്തെ നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ പ്രഖ്യാപിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മൾ പറയുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ നടക്കുന്നവരായിരിക്കണം. നമ്മൾ കാഴ്ചയാലല്ല, വിശ്വാസത്തിൽ നടക്കുന്ന വ്യക്തികളാണ്. നമ്മൾ കാഴ്ചയാൽ മുമ്പോട്ട് പോയാൽ അല്പനാൾ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്നാൽ നമ്മൾ വിശ്വാസത്തിൽ നടക്കുമ്പോൾ, കാഴ്ചയാലല്ല നമ്മൾ നിൽക്കുന്നത്, നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ വിശ്വാസത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് വിജയകരമായ ഒരു വിശ്വാസ ജീവിതം
ജീവിതം നമുക്ക് നയിക്കാൻ പറ്റത്തില്ല. പലരും വിശ്വാസത്തിൽ മടുത്തു പോകുന്നത്, ക്ഷീണിച്ചു പോകുന്നത്, തളർന്നു പോകുന്നത് അവർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധമില്ല, പരിശുദ്ധാത്മാവുമായി ബന്ധമില്ല. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഞാൻ പറയട്ടെ, ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ അന്യഭാഷകൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, ആ പിശാചിൻ്റെ പദ്ധതികളെ ദൈവം തകർത്തെറിയും. അല്ലെങ്കിൽ അന്യഭാഷകൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. പിശാചിൻ്റെ തന്ത്രങ്ങൾ, പിശാചിൻ്റെ പദ്ധതികളെ ആത്മാവ് തന്നെ അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് നമുക്ക് ആത്മാവിൽ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധ്യമാകണം. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കാമോ? പരിശുദ്ധാത്മാവ് നമ്മൾ സ്വീകരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ സ്വീകരിക്കുമ്പോൾ, ദൈവം എപ്രകാരമാണ് വിശ്വസ്തനായിരിക്കുന്നത് അപ്രകാരം ദൈവം നമ്മയും വിശ്വസ്തനാക്കി മാറ്റും. ഹല്ലേലൂയ. ദൈവം നമ്മെ ഉറപ്പിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കീഴിൽ ദൈവം നമ്മെ ആക്കി തീർക്കും. മോശ ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടതുപോലെ നാമും ദൈവത്തിൻ്റെ മഹത്വത്തെ കാണാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ തേജസ് അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. അബ്രഹാമിനെ ഒരു നല്ലൊരു സ്നേഹിതനെ പോലെ ദൈവം കൊണ്ടു നടന്നതുപോലെ, അബ്രഹാമിൻ്റെ അടുക്കൽ ദൈവം ഇറങ്ങി ഒരു സ്നേഹിതൻ്റെ അടുക്കൽ വരുന്നത് പോലെ ഇറങ്ങി വന്നതുപോലെ പരിശുദ്ധാത്മാവ് നിന്നെ നല്ല സ്നേഹിതനായിട്ട് ദൈവം നിന്നെ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ദൈവവുമായിട്ടുള്ള ഒരു നല്ലൊരു സ്നേഹബന്ധത്തിലേക്ക് വരുമ്പോൾ, നല്ല സ്നേഹമുള്ള ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തിയെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകൾ ഓരോന്നോരോന്നായി ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റും. നീ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ നീ സറണ്ടർ ചെയ്ത് കൊടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിലേക്ക് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, കർത്താവേ, എൻ്റെ ജീവിതം ഞാൻ അങ്ങയുടെ കരത്തിലേക്ക് തരികയാണ്. എൻ്റെ ജീവിതത്തിലുള്ള അശുദ്ധി എടുത്ത് മാറ്റണം, എൻ്റെ ജീവിതത്തിലുള്ള അവിശ്വസ്തത എടുത്ത് മാറ്റണം, എൻ്റെ ജീവിതത്തിലുള്ള രഹസ്യ പാപത്തെ എടുത്ത് മാറ്റണം, എൻ്റെ ജീവിതത്തിലുള്ള ശാപങ്ങളെ എടുത്ത് മാറ്റണം, എൻ്റെ ജീവിതത്തിലുള്ള മുഖങ്ങളെ എടുത്ത് മാറ്റണം. എനിക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കുന്ന ആവിചാര മന്ത്രവാദങ്ങൾ, അവൻ്റെ പദ്ധതികൾ, അവൻ്റെ തന്ത്രങ്ങൾ എല്ലാം കർത്താവെ എടുത്ത് മാറ്റണമെന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു നോക്കുകയും, ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ബലപ്പെടുത്തും. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ശക്തീകരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അധികമായ സാന്നിധ്യം കൊണ്ട്, പരിശുദ്ധാത്മാവിന് ഇൻഡ്വെല്ലിംഗ് പ്രസൻസിനാൽ ദൈവം നിന്നെ നിറയ്ക്കും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ നിനക്ക് ശക്തി പ്രാപിപ്പാനിടയായിത്തീരും. പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ നിൻ്റെ ക്ഷീണങ്ങൾ, മടുപ്പുകളെല്ലാം മാറും. പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിൻ്റെ ജീവിത സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ ദൈവം നിനക്ക് കൃപയെ നൽകും. എൻ്റെ ജീവിതം പലരും പറയാറുണ്ട്, എൻ്റെ ജീവിതം മുമ്പോട്ട് പോകത്തില്ല, എൻ്റെ ജീവിതം തകർച്ചയിലാണ്, എൻ്റെ ജീവിതം പ്രതികൂലത്തിലാണ്, എൻ്റെ ജീവിതം പ്രതിസന്ധിയിലാണ്, എനിക്കിനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പലരും നിരാശയോടെ തളർന്നിരുന്ന് പറയുന്ന വാക്കുകളുടെ മധ്യേ ഞാൻ കണ്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ചലിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ആ വ്യക്തി കണക്റ്റ് ആകുമ്പോൾ, അത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ അവർ ജീവിക്കാൻ നടക്കുമ്പോൾ, അത് അവരുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ക്ഷീണങ്ങൾ മാറും, പ്രയാസങ്ങൾ മാറും, വേദനകൾ മാറും. ഹല്ലേലൂയ. ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും അതൊന്നും അവരെ അഫക്റ്റ് ചെയ്യത്തില്ല, അവരുടെ ആത്മാവിൽ അവരെ അഫക്റ്റ് ചെയ്യത്തില്ല. ഈ വചനം പറയുന്നു, ഈ ലോകത്ത് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിക്കുവാനായിട്ടുള്ള ബലം, ലോകത്തെ ജയിക്കുവാൻ, പ്രലോഭനങ്ങളെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവാൻ ദൈവം നമുക്ക് കൃപയെ നൽകും. ഈ നല്ല ദിവസം കർത്താവിൻ്റെ ആത്മാവിനോട് ചേർന്നിരിക്കാമോ? അവൻ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ദൈവം ഹല്ലേലൂയ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമ്മെ കാക്കും പിശാചിൻ്റെ കയ്യിൽ നിന്ന്, അന്ധകാരത്തിൻ്റെ കയ്യിൽ നിന്ന്, അന്ധകാരത്തിൻ്റെ മുഖങ്ങളിൽ നിന്ന്, ശാപത്തിൻ്റെ കെട്ടിൽ നിന്ന് കർത്താവ് നമ്മെ കാത്ത് പരിപാലിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. ഹല്ലേലൂയ. ഓരോ വാക്യങ്ങൾ നമ്മളെടുത്ത് വായിക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവം ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, 1 യോഹന്നാൻ 1:9 പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. നമ്മുടെ പാപങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏറ്റുപറയണം. നമ്മുടെ ജീവിതത്തിൽ നാം ആരും ഹല്ലേലൂയ നാം സ്വന്തമായി നീതീകരിക്കപ്പെട്ട വ്യക്തികളല്ല, കൃപയാൽ നീതീകരിക്കപ്പെട്ട വ്യക്തികളാണ് നമ്മൾ. നമ്മുടെ സ്വന്തം കഴിവിലല്ല നമ്മൾ നിൽക്കുന്നത്, ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്നതാണ്. നമ്മളെപ്പോഴും അത് തിരിച്ചറിയണം. നമ്മളെക്കാളും കഴിവുള്ളവരും ശക്തിയുള്ളവരും ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്ന് നാം തിരിച്ചറിയണം. ഈ ലോകത്ത് നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല, കർത്താവായ യേശു ക്രിസ്തുവല്ലാതെ നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കണം. നമ്മൾ പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മളെ തന്നെ വഞ്ചിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം
തിരുവചനം പറയുന്നു. ഈ ലോകത്തിൽ പാപം നിറഞ്ഞ് ലോകത്തിൽ നമ്മളായിരിക്കുന്നു. നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ വിചാരങ്ങൾ കൊണ്ടൊക്കെ പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിച്ചത്, ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിച്ചത്, ഞാൻ പറയട്ടെ, നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ കർത്താവേ, ഈ നല്ല ദിവസം പരിശുദ്ധാത്മാവേ എൻ്റെ പാപത്തെ ക്ഷമിക്കണം, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകണം, എന്നെ ശുദ്ധീകരിക്കണം, എൻ്റെ ജീവിതത്തെ ഒന്ന് പണിയണം, ഞാൻ അങ്ങയുടെ കരത്തിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. അങ്ങയുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് ജീവിപ്പാൻ എന്നെ സഹായിക്കണം. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അങ്ങേ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രാണനിലേക്ക്, എൻ്റെ ആത്മാവിലേക്ക്, എൻ്റെ ജീവിതത്തിലെ കർത്തൃത്വത്തിലേക്ക് ഞാൻ അങ്ങേ സ്വാഗതം ചെയ്യുന്നു. കർത്തൃത്വം ഏറ്റെടുക്കുവാൻ ഞാൻ അങ്ങേ സ്വാഗതം ചെയ്യുന്നു എന്ന് ദൈവകരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, നമ്മുടെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 14-ാമത്തെ വാക്യം, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കമായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ, നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രമധികം ശുദ്ധീകരിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കമായി അർപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ രക്തം. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് ഏറ്റവും വലിയ പ്രത്യേകതയാണ്, ഹല്ലേലൂയ, അവൻ പാപമില്ലാത്തവനാണ്. ഹല്ലേലൂയ. ആ രക്തം നമുക്ക് ജീവനുള്ള രക്തമാണ്. ആ രക്തത്തിലൂടെയാണ് നമുക്ക് വിടുതൽ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണ് നമുക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ട് എങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വസിക്കുവാനായിട്ട് പറ്റത്തില്ല. പാപമുള്ള ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിന് കടന്നു വരാൻ പറ്റത്തില്ല. പാപമുണ്ട് എങ്കിൽ പാപത്തോട് നമ്മൾ പറയണം, കർത്താവേ, ഈ നല്ല ദിവസം എൻ്റെ പാപത്തെ ക്ഷമിക്കണം, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണം. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ വന്നു പോയതായിട്ടുള്ള അറിഞ്ഞും അറിയാതെ ഓരോ പാപങ്ങൾ ദൈവത്തോട് ഏറ്റു പറയണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഓരോ കുറവുകളുണ്ട്, പാപമുണ്ട്, എൻ്റെ ബലഹീനതയുണ്ട്, ഞാൻ ഏറ്റു പറയുന്നു. അതിൻ്റെ മേലൊരു ബലത്തെ ഈ നല്ല ദിവസം നൽകണമെന്ന് നീ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, അവൻ നമ്മുടെ മനസാക്ഷിയെ, നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മുടെ മനസാക്ഷി മരവിക്കുകയാണ്. എന്നാൽ നമ്മുടെ മനസാക്ഷി ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പലപ്പോഴും നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ പൈശാചികമായ ബന്ധനങ്ങളും ജീവിതത്തിൽ നേരത്തെ ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലമാണ്. മനസാക്ഷി മരവിച്ചു പോകും. എന്നാൽ മനസാക്ഷിയെ പുതുതാക്കുന്നത്, നമ്മുടെ നിർജീവ പ്രവൃത്തികളെ പോക്കുന്നത്, ഹല്ലേലൂയ, മനസാക്ഷിയെ രൂപാന്തരപ്പെടുത്തുന്നതെല്ലാം യേശുവിൻ്റെ രക്തമാണ്. യേശുവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിലേക്ക് ഈ നല്ല ദിവസം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമെന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞാൽ ദൈവം വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, അവൻ നീതിമാനാണ്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിക്കുന്നത് കൊണ്ട് നീതിയുടെ അടിസ്ഥാനത്തിലാണ് ദൈവം നമുക്ക് ക്ഷമിക്കുന്നത്. ഹല്ലേലൂയ. ബിക്കോസ് അവർ ലോർഡ് ഈസ് എ റൈച്ചസ് ഗോഡ്. ദൈവം നീതിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾക്ക് വേണ്ടി മറുവിലയായി പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ കയറിയ ആ നല്ല രക്ഷകൻ, അല്ലെങ്കിൽ അവൻ്റെ രക്തത്തിലാണ് നമുക്ക് വീണ്ടെടുക്കേണ്ടത്. ആ രക്തത്തിലൂടെയാണ് ദൈവത്തിൻ്റെ തേജസ് നമുക്ക് പ്രാപിക്കാൻ പറ്റുന്നത്. ആ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കീഴിൽ നമ്മളായിരിക്കുന്നത് കൊണ്ടാണ് തൻ്റെ ആത്മാവിനെ നമുക്ക് പ്രാപിക്കാൻ പറ്റുന്നത്. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാപിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണ്. ആ രക്തമില്ല എങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിലേ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ യേശുവിൻ്റെ രക്തത്തിലൂടെ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ദൈവവുമായിട്ട്, പിതാവായി ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ദൈവം നമ്മെ കണക്ട് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആ കണക്ട് ചെയ്യുന്ന ആ നല്ല ദൈവമാണ് നിന്നെ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടുത്താതെ വണ്ണം കാത്തുകൊള്ളുന്ന നല്ല ദൈവം. അല്ലെ, ദുഷ്ടൻ്റെ കയ്യിൽ നാം അകപ്പെട്ടു പോകാതിരിപ്പാൻ പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പരിശുദ്ധാത്മാവിനോട് വസിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിൻ്റെ ജീവിതത്തിനകത്ത് പിശാചിൻ്റെ തന്ത്രങ്ങളെ ദൈവം തകർത്തെറിയും. ആയതിനാൽ ഈ നല്ല ദിവസം കർത്താവിൻ്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, അങ്ങ് എന്നെ ബലപ്പെടുത്തണം, അങ്ങ് എന്നെ ശുദ്ധീകരിക്കണം, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കർത്താവിൻ്റെ ആ മഹത്വത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമെന്ന് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പറയാമോ? ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരനായി സഹോദരിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവേ, അങ്ങ് വിശ്വസ്തനാണെന്ന് അവർ കാണട്ടെ. അങ്ങ് കർത്താവേ, അവരുടെ ജീവിതത്തിൽ
അവരെ രൂപാന്തരമുണ്ടാകട്ടെ. അവരെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കട്ടെ. കർത്താവെ, ദുഷ്ടൻ്റെ കയ്യിൽ കർത്താവെ അകപ്പെട്ടു പോകാതെ അങ്ങ് അവരെ ഉറപ്പിക്കണം, അവരെ ബലപ്പെടുത്തണം. അവർ ക്ഷീണിച്ച് തളർന്ന് മടുത്തു പോകാതെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിപ്പാൻ കർത്താവ് സഹായിക്കണം. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ അവരെ ജീവിപ്പാൻ അവരെ സഹായിക്കണം. അതിനായിട്ട് എൻ്റെ മക്കളെല്ലാവരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അപ്രകാരം ചെയ്യുന്നതിനോർത്ത് നന്ദി. മാനവമഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.